ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷെയറിനെ കുറിച്ചാണ്. ഷെയറിൽ നിന്ന് എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇത് ഓണേഴ്സ് ക്യാപിറ്റലാണ്. ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ക്യാപിറ്റലാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഓണർ ശരിക്കും ആരാണ്? അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ. ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർ ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലെ ഓണർ എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർ ആണ്. ആ ബിസിനസ്സിലേക്ക് ക്യാഷ്, അതായത് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾ. അതേപോലെ ഒരു കമ്പനി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ കൊടുക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ആ ആളുകളെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ആ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക, ഓരോ കോളത്തിലും ഇതെല്ലാം എന്താണ്? ഓരോ ഷെയറാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് എന്താവുന്നത്? ഷെയർ ക്യാപിറ്റൽ ആവുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഒരു ഇൻഡിവിജ്വൽ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഷെയർ ഹോൾഡർ. അയാളുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്രയും ഷെയർ ക്യാപിറ്റൽ ഈ ഒരു സ്മോൾ പോർഷനായിരിക്കും അയാളുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് അവിടെ എന്താണ്? ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് നോക്കാം. ഷെയർ, ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ യൂണിറ്റ്സ്. ഈച്ച് യൂണിറ്റ് ഈസ് കോൾഡ് എ ഷെയർ. ഒരു ബിസിനസ്സിൻ്റെ മൊത്തം ക്യാപിറ്റലിനെ കുഞ്ഞു ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. അത് കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു യൂണിറ്റാണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജിൽ നോക്കുക, ഇവിടെ ഈ ഷെയർ ഹോൾഡർ ഇത്രയും ഷെയർ ക്യാപിറ്റലിൽ ഇത്രയൊരു പോർഷനാണ് അയാളുടേതെങ്കിൽ പോലും അയാൾ ആരാണ്? ഹീ ഈസ് ദ ഓണർ ആൻഡ് ഹീ വിൽ ഗെറ്റ് ഡിവിഡൻഡ്. അയാൾ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ ഓണറാണ്. കാരണം അയാളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അയാളുടെ ഷെയർ അവിടെ ഉണ്ട്. അയാൾക്ക് എന്ത് കിട്ടും? ഹീ വിൽ ഗെറ്റ് ഡിവിഡൻഡ്. ഒരു ഷെയർ ഹോൾഡറിന് അയാളുടെ ഷെയറിന് പകരമായിട്ട് ഓരോ തവണകളായിട്ട് കിട്ടുന്നതാണ് എന്ത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദെൻ റിട്ടേൺ ഈസ് നോട്ട് ഫിക്സഡ്. ഷെയർ ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ഒരിക്കലും നമുക്ക് ഫിക്സഡ് ആണെന്ന് പറയുന്നില്ല. സോൾ പ്രൊപ്പറേറ്റർ ഇപ്പോൾ ഒരു 50,000 രൂപ മുടക്കിയിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കും. അതിൽ അയാൾക്ക് ആദ്യത്തെ മാസം എന്താണ്? നഷ്ടമാണെങ്കിൽ ആ നഷ്ടം ആര് സഹിക്കണം? അതിൻ്റെ ഓണറായിട്ടുള്ള സോൾ പ്രൊപ്പറേറ്റർ സഹിക്കണം. അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ഓണറാണ് ആര്? ഓരോ ഷെയർ ഹോൾഡറും. അപ്പോൾ ആ കമ്പനിക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഓണർക്ക് അപ്പം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അയാളെന്താണ്? അയാളത് സഹിക്കാൻ അയാളതിൻ്റെ ഓണറാണ്. അയാൾക്ക് എന്തുണ്ടാവില്ല? അയാളുടെ ഡിവിഡൻറ്റിനൊരു ഫിക്സഡ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കില്ല. കാരണം ലാഭം ഉണ്ടെങ്കിലേ അയാൾക്ക് എന്ത് കിട്ടുള്ളൂ? ഡിവിഡൻഡ് കിട്ടുള്ളൂ. കാരണം എന്താണ്? ഹീസ് ദ ഓണർ ഓഫ് ദ കമ്പനി. ഓക്കെ, ദെൻ ഹി ഹാസ് വോട്ടിംഗ് റൈറ്റ്. അവിടെ ഷെയർ ഹോൾഡർക്ക് എന്തുണ്ട്? ഇപ്പം ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻസോ ആക്ടിവിറ്റിയൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വോട്ടിംഗ് റൈറ്റ് ആർക്കുണ്ട്? ഒരു ഷെയർ ഹോൾഡർക്ക് ഉണ്ട്. ഓക്കെ, ദെൻ ഹൈ റിസ്ക്. എപ്പോഴും ഒരു ഷെയർ ഹോൾഡർക്ക് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? അയാൾക്ക് ഹൈ റിസ്ക് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഒരു റിസ്ക് പറയുന്നത്? അയാളിപ്പോൾ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്തു, അയാൾ അതിൻ്റെ ഓണറായി. ഈ കമ്പനി പൊട്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ ഷെയർ അയാളുടെ ഷെയർ കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് അയാൾക്ക് കിട്ടില്ല, അതവിടെ നഷ്ടമാണ്. പക്ഷേ പകരം ആ കമ്പനി ബിഗ് ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഉപകാരവും ആർക്ക് തന്നെയാണ്? ആ പർട്ടിക്കുലർ ഷെയർ ഹോൾഡർക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. നമ്മൾ ഷെയർ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഷെയർ ക്യാപിറ്റൽ എന്ന് നോക്കാം. The amount invested by the shareholders towards the face value of shares is called share capital. ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ മുകളിൽ, അതായത് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡർ, ഒരു ഷെയറിൻ്റെ മുകളിലുള്ള അതിൻ്റെ ഫേസ് വാല്യൂവിൽ ഒരു ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടാണ് എന്ത്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The amount invested by the shareholders towards the face value of share is called share capital. അവിടെ ഒരുപാട് ഇൻഡിവിജ്വൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഷെയറിന് ഇത്ര രൂപയാണെന്ന് പറയും. ഒരു ഷെയറിന് ഇപ്പോൾ 100 രൂപയാണ്. ഒരു ഷെയറിന് എത്രയാണ്? 100 രൂപയാണ്. ആ 100 രൂപ ഒരു ഇൻഡിവിജ്വൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ. അതെന്താണ്? ഷെയർ ക്യാപിറ്റലാണ്. ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർ
ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഫേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ പല വിധത്തിലുണ്ട്. ഇവിടെ തന്നെ നമുക്ക് 6 ടൈപ്പ് ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ട്. ദ ഹാവ് 6 ടൈപ്സ് ഓഫ് ഫേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ ഈസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ, then subscribed capital, then called up capital, then paid up capital, then reserve capital. നമുക്ക് ഓരോന്നും എന്താ നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി രജിസ്റ്റേർഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നോമിനൽ ഓർ രജിസ്ട്രേർഡ് ക്യാപിറ്റൽ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ക്യാപിറ്റൽ വേണം എന്നുണ്ട്. എന്താണ്? ദ കമ്പനി വിത്ത് വിച്ച് എ കമ്പനി എ ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി രജിസ്റ്റേർഡ് ഈസ് കോൾഡ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതായത് കൃത്യമായിട്ട് ആ കമ്പനിയുടെ മെമ്മറാണ്ടത്തിൽ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ ഇഷ്യൂ. ആ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റലാണ് എത്ര ഏതെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് നോമിനൽ ക്യാപിറ്റൽ ഓർ രജിസ്ട്രേർഡ് ക്യാപിറ്റൽ. ഓക്കെ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കമ്പനിയുടെ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി ഈസ് രജിസ്ട്രേർഡ്. ഓക്കെ, then അങ്ങനെയാണെങ്കിൽ എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ നോക്കാം. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഇഷ്യൂഡ് ടു പബ്ലിക്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ് എന്ത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ. നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ മുഴുവൻ എന്ത് ചെയ്യില്ല? പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യില്ല. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന അത് കമ്പനി നമ്മൾ രൂപീകരിക്കുമ്പോഴേ കമ്പനിക്ക് ഇത്ര എമൗണ്ട് ഇത്ര ക്യാപിറ്റൽ വേണമെന്നും ആ ക്യാപിറ്റൽ നമ്മൾ മുഴുവനായിട്ടും ആർക്ക് ഇഷ്യൂ ചെയ്യില്ല? പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യില്ല. ഓക്കെ, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? അത്രയും ഷെയർ അവർ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. അതായത് നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടിൽ ഒരു പോർഷനാണ് എന്ത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ദ റിമൈനിങ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. അതിൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാത്ത ആ പോർഷനെയാണ് നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്, അതിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ആ പോർഷനാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ തേർഡ് ക്യാപിറ്റൽ ഈസ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. അതായത് നമ്മൾ പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്തതിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഞങ്ങൾ ഷെയർ തരാമെന്ന് പറഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യുമല്ലേ? ഞങ്ങൾ തരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ എമൗണ്ട് അതിലേക്ക് വരികയാണ് എന്നുള്ളതിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കും. ആ പോർഷനാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ഓഫ് ഫോർ അപ്ലൈഡ് ഫോർ ബൈ ദ പബ്ലിക്. ഓക്കെ, അപ്പം ഇതിൽ നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിലും എന്തായിരിക്കും? നമ്മളുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷൻ ഉണ്ടാവില്ലേ? ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനെ എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദ റിമൈനിങ് പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ഇസ് കോൾഡ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അതിൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷനാണ് എന്ത്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ഈസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ അതായത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് തന്നെ മുഴുവനായിട്ടും എന്ത് ചെയ്തോളണമെന്നില്ല? കോൾ ചെയ്തോളണമെന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ് ദാറ്റ് ഈസ് ഡിമാൻഡഡ് ബൈ ദ കമ്പനി ടു പേ. ദെൻ ദ ബാലൻസ് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ദാറ്റ് മീൻസ് അതിൽ കോൾ ചെയ്യുന്ന പോർഷനാണ് എന്ത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബാക്കി പോർഷൻ എന്താണ്? അൺകോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. ഓക്കെ, വിച്ച് ഹാസ് നോട്ട് യെറ്റ് ബീൻ കോൾഡ് അപ്പ് പോർഷനാണ് എന്ത്? അൺകോൾഡ് അപ്പ് പോർഷൻ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ദ നെക്സ്റ്റ് ക്യാപിറ്റൽ ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു. ക്യാപിറ്റൽ സബ്സ്ക്രൈബ് മീൻസ് അത് അപ്ലൈ ചെയ്തതിൽ നമ്മൾ വിളിച്ച ക്യാപിറ്റലാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ആ വിളിച്ചത് തന്നെ നമുക്ക് മുഴുവൻ കിട്ടിക്കൊള്ളുന്നില്ല. ഷെയർ ഹോൾഡേഴ്സ് അപ്ലൈ ചെയ്യും ഷെയറിന്, പക്ഷേ അപ്ലൈ ചെയ്തത് നമ്മൾ വിളിക്കും, മുഴുവനായിട്ട് വിളിച്ചത് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ഓരോ കോൾ വിളിക്കില്ലേ, അതിൽ കിട്ടിക്കൊള്ളുന്നില്ല. കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റലൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതായത് പബ്ലിക് അപ്ലൈ ചെയ്യും, നമുക്ക് ആ ഷെയർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഭാഗമായിട്ട് കോൾ ചെയ്തത് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്തത് തന്നെ ചിലപ്പോൾ എന്താണ് മുഴുവനായിട്ട് കമ്പനിക്ക് ഫുൾ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് തന്നോളണം എന്നില്ല. ദെൻ ബാക്കി വരുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ പോർഷനാണ് എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അതിലിപ്പം കൊടുത്ത പോർഷൻ, ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആ പോർഷനാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും എന്തുണ്ടാവും, കൊടുക്കാത്ത പോർഷൻ. അതായത് ഇപ്പം നമ്മൾ ഓരോ ഗഡുക്കളായിട്ടാണ് എന്ത് ചെയ്യുക, ഷെയർ വിളിക്കുക. എന്നുവെച്ചാൽ മൊത്തം ഇത്ര ഷെയറിൻ്റെത് നമ്മൾ എന്ത് പറയും, ഓരോ ഫേസ് വാല്യൂവിനെ പലതവണ അലോട്ട്മെൻറ്റ്, കോൾ മണി ആയിട്ടാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, കമ്പനി വാങ്ങിക്കുക. അതൊക്കെ നമ്മളിനി ഷെയർ ക്യാപിറ്റലിൻ്റെത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനോട് ഓരോ പോർഷൻ ആക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ക്യാപിറ്റൽ സ്വീകരിച്ചു, അവരുടെ ഷെയർ സ്വീകരിക്കുന്ന സമയത്ത് അത് തന്നെ എന്തായിരിക്കും, ചില പോർഷൻ അവരെന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അതാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. എനി അൺപെയ്ഡ് പോർഷൻ ഓൺ ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് നോൺ ആസ് അൺപെയ്ഡ് ക്യാപിറ്റൽ ഓർ കോൾസ് ഇൻ അരിയർ. അതായത് നമ്മൾ കോൾ ചെയ്തത് മുഴുവനായിട്ട് ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾ തന്നോളണം എന്നില്ല. ആ തരാത്ത പോർഷനാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. കിട്ടുന്ന പോർഷനാണ് എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡർ പേ ചെയ്തതാണ് കമ്പനിക്ക്. ഷെയർ ഹോൾഡർ പേ ചെയ്യാന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ കമ്പനിക്ക് അവരുടെ കോൺട്രിബ്യൂഷനായിട്ട് വരുന്ന ഷെയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ദെൻ ലാസ്റ്റ് ക്യാപിറ്റൽ ഈസ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അതായത് വിളിക്കാതെ വെച്ചിട്ടുള്ള പോർഷൻ ഈസ് കെപ്റ്റ് ആസ് എ റിസർവ്. എന്താണ്, നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റലിൽ ഒരു പോർഷൻ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ക്യാപിറ്റലിൽ തന്നെ എന്താണ്, കോൾഡ് അപ്പ് ക്യാപിറ്റലും ഉണ്ട്, അൺകോൾഡ് ക്യാപിറ്റലും ഉണ്ട്. അതിൽ ആ അൺകോൾഡ് ക്യാപിറ്റലിന് നമ്മൾ എന്തായിരിക്കും, ഒരു റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യും. ഓക്കെ, കാരണം നമുക്കത് വിളിക്കാം എന്നുള്ള രീതിയിൽ. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. അവിടെ നമ്മൾ റിസർവ് ക്യാപിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കമ്പൽസറി ഒന്നുമല്ല, ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അങ്ങനെ ഒരു ക്യാപിറ്റൽ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. നമുക്ക് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ക്രിയേഷൻ ഓഫ് റിസർവ് ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റ് നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്യാപിറ്റൽ റിസർവ്, അതായത് റിസർവ് ക്യാപിറ്റൽ റിസർവ് അല്ല, റിസർവ് ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിൽ എന്താണ്, സെപ്പറേറ്റ് ആണ്. ഇത് റിസർവ് ക്യാപിറ്റലാണ്. നമ്മുടെ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ പോർഷൻ നമ്മൾ ഒരു റിസർവ് ആക്കിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഓർഡർ ആലോചിക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, കമ്പനി രൂപീകരിക്കാൻ ഒരു ക്യാപിറ്റൽ ഉണ്ട്, അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അത് മുഴുവനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യില്ല, അതിൻ്റെ ഒരു പോർഷനേ ഇഷ്യൂ ചെയ്യുള്ളൂ. ആ ഇഷ്യൂ ചെയ്തത് തന്നെ മുഴുവനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ല, ആളുകൾ അപ്ലൈ ചെയ്യില്ല. ബാക്കി എന്തായിരിക്കും, ആ അപ്ലൈ ചെയ്തതിൽ തന്നെ നമ്മൾ കോൾ വിളിക്കും. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളൊരു 1000 ഷെയർ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. 1000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൽ ചിലപ്പം 500 ഷെയറൊക്കെ പബ്ലിക്ക് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതിൽ തന്നെ നമ്മൾ ആ 500 ചിലപ്പം വിളിക്കുന്ന സമയത്ത് 500 നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഒരു 300 കിട്ടുള്ളൂ. ഓക്കെ, അതിൽ ബാക്കി വരുന്ന ആ 300, ബാക്കി വരുന്ന ആ 200 ഇല്ലേ, വിളിച്ചിട്ട് കിട്ടാത്ത 200, ആ 200 നമ്മളൊരു റിസർവ് ആക്കി കീപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ 300 തന്നെ നമ്മൾ വിളിച്ചു, പക്ഷേ അതെന്തായിക്കൊള്ളണമെന്നില്ല, അത് നമുക്ക് ഈ 300 തന്നെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് തന്നോളണമെന്നില്ല. ചിലപ്പോൾ ഒരു 250 തരുള്ളൂ, ബാക്കി ഒരു 50 പോർഷനൊക്കെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 250 തരും കമ്പനിയിലേക്ക്, പക്ഷെ 50 എന്തായിരിക്കും അവിടെ ചിലപ്പം കൊടുക്കാതെ അരിയറായിട്ട് അവിടെ കിടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസർവ് ക്യാപിറ്റലും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും, ഇപ്പോൾ റിസർവ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു അൺകോൾഡ് ക്യാപിറ്റലാണ് റിസർവ് ക്യാപിറ്റൽ. പിന്നെ നമ്മളുടെ ബിസിനസ്സിൽ ക്യാപിറ്റൽ റിസർവ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യില്ലേ, അതിലൊരു ഐറ്റമായിട്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവ്സിനെ പറയാറുണ്ട്. അതാണ് ഈ ക്യാപിറ്റൽ റിസർവ്. ഈ റിസർവ് ക്യാപിറ്റൽ വേറെയാണ്. അപ്പോൾ അതെന്താണ് എന്ന് നോക്കാം. ഈ ക്യാപിറ്റൽ റിസർവ് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണ്? അത് നമ്മുടെ അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.